നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. പൊതുഗതാഗത രംഗത്ത് പുതിയ ചുവടുവയ്പുമായി UAE. പബ്ലിക് ബസ്സുകളിൽ കോൺടാക്ട്ലെസ് പേയ്മെന്റ് ആരംഭിച്ച് അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. പെരുന്നാൾ ആഘോഷിക്കാൻ UAE നിവാസികൾക്ക് 5 ദിവസം വരെ അവധി ലഭിച്ചേക്കും. പ്രതീക്ഷയോടെ പ്രവാസികൾ. ദുബായ് നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ പുതിയ സംരംഭം. ഓപ്പൺ എയർ ആർട്ട് ഗാലറി പദ്ധതിയുമായി ദുബായ് മുനിസിപ്പാലിറ്റി. വയനാട് ദുരന്ത ബാധിതർക്കായി സ്മാർട്ട് കാർഡ് പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ 1000 രൂപയുടെ കൂപ്പൺ. ഒരാഴ്ചക്കകം ടൗൺഷിപ്പിനായി ഭൂമി ഏറ്റെടുക്കുമെന്ന K. രാജൻ. ടൗൺഷിപ്പ് ഉപഭോക്തൃ ലിസ്റ്റിലെ അപാകത ചൂണ്ടിക്കാട്ടി വയനാട്ടിൽ പ്രതിഷേധം. പുനരധിവാസത്തിനായി ഹാരിസണിലെ നെടുമ്പാല എസ്റ്റേറ്റ് തൽക്കാലം ഏറ്റെടുക്കില്ലെന്ന സർക്കാർ ഹൈക്കോടതിയിൽ. പൊങ്കാല പുണ്യം നുകർന്ന് ഭക്തലക്ഷങ്ങൾ. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് മനം നിറഞ്ഞ് മടക്കം. വിപുലമായ യാത്രാ സൗകര്യമൊരുക്കി KSRTCയും റെയിൽവേയും. ശുചീകരണ യജ്ഞവുമായി നഗരസഭ. സമരത്തിനിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊങ്കാലയിട്ട് ആശാ വർക്കർമാർ. പൊതുഗതാഗത രംഗത്ത് പുതിയ ചുവടുവയ്പുമായി UAE. പബ്ലിക് ബസ്സുകളിൽ കോൺടാക്ട്ലെസ് പേയ്മെന്റ് ആരംഭിച്ച് അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. കോൺടാക്ട്ലെസ് പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കുന്ന UAEയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനമാണ് അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. ബാങ്ക് കാർഡുകൾ, ആപ്പിൾ പേ, ഗൂഗിൾ പേ പോലുള്ള ഡിജിറ്റൽ വാലറ്റുകൾ, സ്മാർട്ട് വാച്ചുകൾ പോലുള്ള ധരിക്കാവുന്ന ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് യാത്രക്കാർക്ക് സുരക്ഷിതമായി പണമടയ്ക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. സ്മാർട്ട് പേയ്മെന്റ് ഉപകരണങ്ങൾ ഇതിനകം മുഴുവൻ പബ്ലിക് ബസ്സുകളിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്റേണൽ റൂട്ടുകളിലും സേവനം സജീവമാക്കിയിട്ടുണ്ട്. കൂടാതെ അതോറിറ്റി മസാർ ട്രാവൽ ആപ്പും അപ്ഗ്രേഡ് ചെയ്തു. യാത്രക്കാർക്ക് യാത്രകൾ ആസൂത്രണം ചെയ്യാനും തത്സമയം ബസ്സുകൾ ട്രാക്ക് ചെയ്യാനും അവരുടെ ബാങ്ക് കാർഡുകൾ ലിങ്ക് ചെയ്യാനും യാത്രാ ചരിത്രം കാണാനും ഇതിലൂടെ സാധിക്കും. പൊതുഗതാഗത സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുകയും അജ്മാന്റെ ഡിജിറ്റൽ പരിവർത്തനത്തെ മെച്ചപ്പെടുത്താനുമാണ് ഇതിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, UAE. ഇനി UAEയിലെ പ്രവാസികൾക്കൊരു സന്തോഷ വാർത്തയാണ്. UAEയിൽ 4 മുതൽ 5 ദിവസം വരെ ചെറിയ പെരുന്നാൾ അവധി ലഭിക്കാൻ സാധ്യത. റമദാൻ പൂർത്തിയാക്കി മാർച്ച് 31 ശവ്വാൽ മാസം 1-ാം തീയതിയാകാൻ സാധ്യതയുണ്ടെന്ന് എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ പറഞ്ഞു. ചെറിയ പെരുന്നാൾ ദിവസവും മാർച്ച് 31 തിങ്കളാഴ്ചയായിരിക്കും. അങ്ങനെയെങ്കിൽ ശനി, ഞായർ ഉൾപ്പെടെ 5 ദിവസം വരെ പെരുന്നാൾ അവധി ലഭിക്കും. അതേസമയം റമദാൻ 29 ദിവസങ്ങളാണെങ്കിൽ മാർച്ച് 30 ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ 4 ദിവസമായിരിക്കും അവധി. ദുബായ് നഗരം അധികം വൈകാതെ ഒരു ഓപ്പൺ എയർ ആർട്ട് ഗാലറിയായി മാറും. പ്രധാന താമസയിടങ്ങളും പൊതുസ്ഥലങ്ങളും തെരഞ്ഞെടുത്ത് ചിത്രങ്ങളും ആർട്ട് ഇൻസ്റ്റലേഷനുകളും കൊണ്ട് മോടി പിടിപ്പിക്കാനാണ് പദ്ധതി. ഇതിനായുള്ള കരാറിൽ ദുബായ് മുനിസിപ്പാലിറ്റിയും ദുബായ് കൾച്ചർ ആൻഡ് ആർട്സ് അതോറിറ്റിയും ഒപ്പുവെച്ചു. ദുബായ് നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളും പൊതുയിടങ്ങളും വിനോദ കേന്ദ്രങ്ങളുമൊക്കെ ലോകോത്തരമാണ്. വൃത്തിയുടെ കാര്യത്തിലും സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും ലോകത്തിന് തന്നെ മാതൃകയാണ് ദുബായ്. ഇനി ഇതാ അധികം വൈകാതെ ഒരു ഓപ്പൺ എയർ ആർട്ട് ഗാലറിയായി മാറാൻ തയ്യാറെടുക്കുകയാണ് ദുബായ് നഗരം. തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ സുന്ദരമായ ചിത്രങ്ങളും ആർട്ട് ഇൻസ്റ്റലേഷനുകളും കൊണ്ട് മോടി പിടിപ്പിക്കാനാണ് പദ്ധതി. ഇപ്പോൾ തന്നെ ദുബായ് നഗരത്തിലെ ചിലയിടങ്ങളിൽ ബഹുനില മന്ദിരങ്ങളുടെ പുറം ഭിത്തികളിൽ സുന്ദരമായ ചിത്രങ്ങൾ നമുക്ക് കാണാം. ദുബായ് മുനിസിപ്പാലിറ്റിയും ദുബായ് കൾച്ചർ ആൻഡ് ആർട്സ് അതോറിറ്റിയുമാണ് ഇതിനുള്ള കരാറിൽ ഒപ്പുവെച്ചത്. പൊതു സ്വകാര്യ സംരംഭകരുമായി ചേർന്ന് ആർട്ട് ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളുമൊക്കെ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങൾ ദുബായ് മുനിസിപ്പാലിറ്റി കണ്ടെത്തും. ദുബായ് 2040 അർബൻ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. താമസത്തിനും തൊഴിലിനും വിനോദത്തിനുമുള്ള ലോകത്തിലെ പ്രധാന നഗരമെന്ന ദുബായിയുടെ ഖ്യാതി നിലനിർത്തുക എന്നതും ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യമാണ്. അമൃത ന്യൂസ്, ദുബായ്.
ലഹരിക്കെതിരെ കുവൈറ്റും കർശനമായ നടപടികൾ എടുക്കുകയാണ്. അത്തരത്തിലുള്ള വാർത്തയിലേക്കാണ്. കുവൈറ്റിനെ സംരക്ഷിക്കാനും മയക്കുമരുന്ന് കച്ചവടം ഇല്ലാതാക്കാനും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരോട് ആഹ്വാനം ചെയ്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആസ്ഥാനം സന്ദർശിച്ച വേളയിലായിരുന്നു അമീറിന്റെ ആഹ്വാനം. മാതൃരാജ്യത്തിന്റെ സേവനത്തിനും അതിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും അതിർത്തികൾക്കും സ്ഥിരതയ്ക്കും എപ്പോഴും ജാഗരൂകനാവാനും അമീർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കമാൻഡിനോടും ഉദ്യോഗസ്ഥരോടും ആഹ്വാനം ചെയ്തു. ആർക്കും ഒരു ഇളവും നൽകാതെ നിയമം കർശനമായി നടപ്പാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. യുവത്വത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിന്റെയും ഭാവി സംരക്ഷിക്കുന്നതിനായി മയക്കുമരുന്നിനെയും അതിലുൾപ്പെട്ട ഏതൊരാളെയും നേരിടാനും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തെ ഈ വിനാശകരമായ വിപത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ഒട്ടും അലംഭാവം കാണിക്കരുതെന്നും അമീർ നിർദ്ദേശിച്ചു. കുവൈറ്റിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് സ്വദേശി പൗരന് 2 വർഷം തടവ് ശിക്ഷ. കൗൺസിൽ ഡോക്ടർ ഫഹദ് ബൂ സ്ലൈബിന്റെ അധ്യക്ഷതയിലുള്ള അപ്പീൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മുൻ MP മുഹൽഹൽ അൽ മുദാഫിന്റെ ഹിസ് ഹൈനസ് ഷെയ്ഖ് അഹമ്മദ് അൽ നഫഫ് ചോദ്യം ചെയ്ത വേളയിൽ രാഷ്ട്രീയ ഫണ്ടുകളെക്കുറിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് അമീറിന്റെ അവകാശങ്ങളെ വെല്ലുവിളിക്കുകയും രാഷ്ട്രത്തിന്റെ അന്തസ്സ് തകർക്കുകയും ചെയ്തു എന്ന ആരോപണങ്ങളെ തുടർന്നാണ് ശിക്ഷ. 2023 നവംബർ 27-ന് സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് പ്രതി കുവൈത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് ആഭ്യന്തര അന്തർദേശീയ പ്രേക്ഷകർക്ക് ലഭ്യമായ പ്ലാറ്റ്ഫോമിൽ വ്യാജവും ദുരുദ്ദേശപരവുമായ കിംവദന്തികൾ പ്രചരിപ്പിച്ചു എന്നതാണ് പ്രോസിക്യൂഷൻ വിധിച്ചത്. കുവൈറ്റിൽ അടുത്ത ആഴ്ച വരെ രാജ്യത്തുടനീളം താപനില ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഈസ റമദാൻ. പകൽ സമയത്തെ താപനില 20 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ഉയർന്ന് 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുക്കുമെന്നും രാത്രിയിൽ മിതമായ അവസ്ഥയായിരിക്കുമെന്നും എന്നാൽ മരുഭൂമി പ്രദേശങ്ങളിൽ തണുപ്പ് കൂടുതലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത ഞായറാഴ്ച രാത്രിയും പകലും തുല്യ ദൈർഘ്യമായിരിക്കുമെന്നും അതിനുശേഷം പകൽ ദൈർഘ്യം കൂടുകയും രാത്രികൾ കുറയുകയും സൂര്യരശ്മികളുടെ പതിക്കുന്ന കോൺ ഉയരുകയും വരും കാലയളവിൽ താപനില ക്രമേണ വർദ്ധിക്കാൻ കാരണമാകുമെന്നും റമദാൻ സൂചിപ്പിക്കുന്നു. റിയാദ് സീസണിന്റെ ഭാഗമായി റിയാദ് ഹിത്തിൻ സ്ട്രീറ്റിൽ ആരംഭിച്ച ബുളവാർഡ് വേൾഡിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് റമദാൻ പ്രമാണിച്ച് 10 റിയാലാണെന്ന് അധികൃതർ അറിയിച്ചു. റിയാദ് സീസണിന്റെ ഭാഗമായി തുറന്ന ഈ വിനോദ നഗരി റമദാൻ 20-ന് ശേഷം അടയ്ക്കും. വി-ബുക്ക് ആപ്ലിക്കേഷൻ വഴിയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. 60 വയസ്സിന് മുകളിലുള്ളവർക്കും 5 വയസ്സിന് താഴെയുള്ളവർക്കും ടിക്കറ്റ് ആവശ്യമില്ല. നേരത്തെ 30 റിയാലായിരുന്നു സാധാരണ ദിവസങ്ങളിൽ ടിക്കറ്റിന് ഈടാക്കിയിരുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കിയാൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സ്മാർട്ട് കാർഡ് പുറത്തിറക്കിയതായി റവന്യൂ മന്ത്രി കെ രാജൻ. ഇതിലൂടെ ദുരന്തബാധിതർക്ക് സഹായങ്ങൾ വിതരണം ചെയ്യാൻ സൗകര്യമൊരുക്കും. ഏപ്രിൽ മുതൽ 6 മാസത്തേക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ 1000 രൂപ കൂപ്പൺ ഏർപ്പെടുത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ ടൗൺഷിപ്പിനായി കണ്ടെത്തിയ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുക്കും. പുനരധിവാസവുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കെയാണ് ടൗൺഷിപ്പ് പദ്ധതിയിലേക്ക് സർക്കാർ കടക്കുന്നത്. ദുരന്തബാധിതർ നൽകേണ്ട സമ്മതപത്രത്തിലെ പിശക് പരിഹരിച്ചതായും പാക്കേജ് അംഗീകരിച്ചാൽ നിലവിലെ വീടും ഭൂമിയും സറണ്ടർ ചെയ്യണം എന്നത് തിരുത്തി വീട് മാത്രം സറണ്ടർ ചെയ്താൽ മതിയെന്ന് തിരുത്തിയതായും മന്ത്രി പറഞ്ഞു. 24 വരെ സമ്മതപത്രം നൽകാൻ അവസരമുണ്ട്. ബാക്കിയുള്ള പരാതികൾ സർക്കാർ പരിഹരിക്കും. 223 വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. മാതാപിതാക്കൾ നഷ്ടമായ 21 വിദ്യാർത്ഥികൾക്ക് യൂണിസെഫിന്റെ സഹായത്തോടെ 2.5 ലക്ഷം രൂപയുടെ പ്രത്യേക സ്കോളർഷിപ്പ് നടപ്പാക്കും. ടാറ്റ കമ്പനിയുടെ സഹായത്തോടെ വൈത്തിരിയിൽ 7 കോടി രൂപ മുതൽ മുടക്കിൽ ട്രോമ കെയർ നിർമ്മിക്കും. ദുരന്തബാധിതർക്കുള്ള തുടർ ചികിത്സയ്ക്ക് ക്രമീകരണമൊരുക്കും. ദുരന്തത്തിൽ കാണാതാവുകയും പിന്നീട് മരിച്ചതായി കണക്കാക്കുകയും ചെയ്തവരുടെ മരണ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാനുള്ള നടപടിയും ആരംഭിച്ചു. 6 മാസത്തേക്ക് ദുരന്തബാധിതർക്ക് 1000 രൂപയുടെ കൂപ്പൺ സൗകര്യം ഏർപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു. നമുക്ക് പെരുന്നാൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് 1 മാസം 1000 രൂപയുടെ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യാനുള്ള കൂപ്പൺ ജില്ലാ ഭരണകൂടം തയ്യാറാക്കും. തിരുവനന്തപുരത്തെ KSTMയിലേക്ക് അത് നമ്പർ അയക്കും. KSTMയുടെ സെക്രട്ടറി ഉണ്ട്. ഈ ആഴ്ച തന്നെ അതിന് അനുവാദം കൊടുത്താൽ മാർച്ച് മാസം അവസാനത്തോടെ, അതായത് ഏപ്രിൽ മുതൽ തുടങ്ങുന്ന മാസത്തേക്ക് 6 മാസക്കാലത്തേക്കുള്ള കൂപ്പൺ മാർച്ച് മാസം അവസാനത്തോടെ വിതരണം ആരംഭിക്കും. 1 മാസം 1000 രൂപ വീതം 6 മാസക്കാലത്തേക്ക് അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും വിതരണം ചെയ്യണം എന്ന് നിശ്ചയിച്ചു.
എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ സർക്കാരിനെതിരെ അപ്പീലുമായി മുന്നോട്ടു പോകില്ലെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിക്കും. 27-ന് തറക്കല്ലിട്ട് പിറ്റേ ദിനം മുതൽ ടൗൺഷിപ്പ് നിർമ്മാണം തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിനകം 2ാം ഘട്ട ലിസ്റ്റ് ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ച് ദുരന്തബാധിതരുടെ മുഴുവൻ ആശങ്കയും പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, വയനാട്. അതേസമയം വയനാട് ടൗൺഷിപ്പ് ഗുണഭോക്തൃ ലിസ്റ്റിനെതിരെ സമരം നടത്തുന്ന ദുരന്തബാധിതരോട് ഒരു തരത്തിലുമുള്ള നെഗറ്റീവ് അഭിപ്രായം സർക്കാരിനില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. വാതിൽ ആരുടെയും മുന്നിൽ കൊട്ടിയടച്ചിട്ടില്ല. ദുരന്തബാധിതർ ഉന്നയിക്കുന്നത് അവരുടെ പ്രയാസങ്ങളാണ്. പരാതികൾ സർക്കാർ കേൾക്കുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. സംഘസമരക്കാർ ഒന്നെ കണ്ടിരുന്നു. അവരുടെ 3 ആവശ്യങ്ങൾ അവർ നൽകി. അവരോട് ഞാൻ ആ കാര്യങ്ങൾ സംസാരിച്ചു. നേരത്തെ അങ്ങ് പറഞ്ഞ് കൂടുതൽ സ്ഥലം ഉണ്ടായാൽ എന്ത് ചെയ്യും എന്ന കാര്യത്തിലൊക്കെ ഞാൻ അവരോട് അഭിപ്രായം പറഞ്ഞു. ഒരു കാര്യത്തിൽ ഞാൻ അവരോട് ഭിന്നാഭിപ്രായം പറഞ്ഞു. ഞാൻ അവരെ കേട്ടു. സർക്കാർ പൊതുവായി ചർച്ച ചെയ്യേണ്ടതാണ്. മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ വകുപ്പിന്റെ ചുമതലക്കാരൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയും ക്യാബിനറ്റും എല്ലാമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. സമരത്തിനോടൊന്നും ഒരു നെഗറ്റീവ് അഭിപ്രായവും സർക്കാരിനില്ല. കാരണം സമരം നടത്തുന്നവർ ഉന്നയിക്കുന്ന പ്രശ്നം അവരുടെ നെഞ്ചിൽ തൊടുന്ന പ്രശ്നമാണ്. പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. സർക്കാർ വാതിൽ ഒരാളുടെ മുമ്പിൽ പൂട്ടിയടച്ചിട്ടില്ല. ജനങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള പരാതികൾ അവരുടെ പ്രയാസത്തിലുണ്ടാകുന്നതാണ്. അത് കേൾക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. കേൾക്കും, അവരോട് കാര്യങ്ങൾ വിശദീകരിക്കും, അവരെ ബോധ്യപ്പെടുത്തും, അവരുടെ വികാരങ്ങളോടൊപ്പം നിൽക്കും. എന്നാൽ ഈ ലിസ്റ്റിലെ അപാകത ചൂണ്ടിക്കാട്ടി ഇന്നും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പ്രതിഷേധമുണ്ടായി. സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കളക്ട്രേറ്റിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ആധാർ, റേഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ കളക്ട്രേറ്റിൽ തിരിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ദുരന്തബാധിതരുടെ പ്രതിഷേധം. സമരക്കാരുമായി റവന്യൂ മന്ത്രി കെ രാജൻ ചർച്ച നടത്തി. ടൗൺഷിപ്പിന്റെ നിർമ്മാണം 27-ന് ആരംഭിക്കാനിരിക്കെ ഗുണഭോക്തൃ ലിസ്റ്റിലെ അപാകത ചൂണ്ടിക്കാട്ടി ദുരന്തബാധിതർ പ്രതിഷേധത്തിലാണ്. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ ഇന്നും സമരം നടന്നു. ആധാർ, റേഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ കളക്ട്രേറ്റിൽ തിരിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ദുരന്തബാധിതർ എത്തിയത്. ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ദുരന്തബാധിതർ സമരത്തിനെത്തി. പക്ഷെ ഞങ്ങൾക്കൊരു ഇരിക്കാനൊരു വീട് വേണം. ഇതിപ്പോ എന്റെ 2ാമത്തെ ദുരന്തമാണ്. എന്റെ 2 വീട് നഷ്ടപ്പെട്ട് അച്ഛനും ആങ്ങളെയും നഷ്ടപ്പെട്ടു. ഇതുവരെ ഒരു എന്താ പറയാ, ഒരു ധനസഹായം ഒന്നുമില്ല. ഒരു സഹായം ഞങ്ങൾക്കില്ല. വാടക വരെയും ഞാൻ വാങ്ങണില്ല. ഞാൻ ബന്ധുവീട്ടിലേക്ക്. ചികിത്സ മുടങ്ങിയവരെയും 300 രൂപ ധനസഹായം ലഭിക്കാത്തവരെയും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം. പട്ടികയിൽ ഉൾപ്പെടാത്ത സ്കൂൾ റോഡിലെയും പടവെട്ടിക്കുന്നിലെയും റാട്ടപ്പാടി, മുണ്ടക്കൈപ്പാടി എന്നിവിടങ്ങളിലെ ആളുകളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും ദുരന്തബാധിതർ ആവശ്യപ്പെടുന്നു. കിട്ടിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വാടകയും നിർത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് പിന്നെ പഴയ വില്ലേജ് റോഡിലേക്ക്, അതും നീലിക്കാപ്പ് റോഡ് നിർത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു 2 ദിവസം മുന്നേ ഇത് അറിഞ്ഞിട്ടാണെങ്കിൽ കളക്ടർ ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിരുന്നു. ഭക്ഷണം വേണോ, കൗൺസിലിംഗ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ 2 ദിവസം മുന്നേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്ഷണം വേണമെന്ന് പറയുമായിരുന്നു. കാരണം ഇപ്പൊ ഞങ്ങൾക്ക് പണിയില്ല. പിന്നെ ഞാനും പഞ്ചായത്ത് പണിക്കാണ് പോകുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ മോളെ വെച്ചിട്ട് ഇവളെ അംഗൻവാടി പോകേണ്ട സമയമായി. പക്ഷെ അംഗൻവാടിയിൽ വിട്ടിട്ട് പോകാൻ എനിക്ക് ഇപ്പൊ സാഹചര്യമില്ല. മന്ത്രിയെ കാണാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ദുരന്തബാധിതർ നിലപാട് സ്വീകരിച്ചതോടെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമായി റവന്യൂ മന്ത്രി കെ രാജൻ ചർച്ച നടത്തി. പരാതികൾ അനുഭാവപൂർവ്വം സർക്കാർ പരിഗണിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ച് ദുരന്തബാധിതർ മടങ്ങിയത്. അമൃത ന്യൂസ്, വയനാട്. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് പുണ്യം നുകർന്ന് ഭക്തലക്ഷങ്ങൾ. രാവിലെ 10:15 തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ഭണ്ഡാര അടുപ്പിലേക്ക് ദീപം പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. ഉച്ചപൂജയ്ക്ക് ശേഷം 1:15 പൊങ്കാല നിവേദിച്ച് സായുജ്യമണഞ്ഞ് ഭക്തർ മടങ്ങി. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എത്തി പൊങ്കാലയ്ക്കായി തയ്യാറെടുത്തവർ ഏറെ. ക്ഷേത്ര പരിസരത്ത് നിന്ന് തുടങ്ങി നഗരത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാലക്കലങ്ങൾ നിരന്നത്. രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. 10:15 തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ക്ഷേത്ര മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം
ക്ഷേത്രത്തിനകത്തുള്ള പണ്ടാര അടുപ്പിലേക്ക് പകർന്നു. തുടർന്ന് വലിയ തിടപ്പള്ളിയിൽ ദീപം തെളിയിച്ച ശേഷം ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു. തുടർന്ന് നഗര ചുറ്റളവിലുള്ള ലക്ഷക്കണക്കിന് പൊങ്കാല അടുപ്പുകളിലേക്ക് ഒരേ സമയം തീ പകർന്നു. മന്ത്രജപത്താൽ ഭക്തിസാന്ദ്രമായി നഗരം. കിഴക്കേക്കോട്ട തമ്പാനൂർ സ്റ്റാച്യു പാളയം തുടങ്ങി നഗരത്തിന്റെ ഹൃദയഭാഗം മുഴുവൻ പൊങ്കാലക്കലങ്ങൾ കീഴടക്കി. ഉച്ചപൂജയ്ക്ക് ശേഷം 1:15 ദേവിക്ക് പൊങ്കാല നിവേദിച്ചു. മേൽശാന്തിയുടെ സാന്നിധ്യത്തിൽ കീഴ്ശാന്തി പണ്ടാര അടുപ്പിലും തുടർന്ന് നിയോഗിക്കപ്പെട്ട ശാന്തിമാർ നഗരപരിസരത്ത് എല്ലാ പൊങ്കാലക്കലങ്ങളിലും പുണ്യാഹം തളിച്ചു. അനന്തപുരിയെ ഭക്തിസാന്ദ്രമാക്കി ആറ്റുകാൽ ദേവിക്ക് പൊങ്കാലയിട്ട് ഭക്തലക്ഷങ്ങൾ സായുജ്യമടഞ്ഞു. നോമ്പ് നോറ്റുള്ള ഒരു വർഷത്തെ കാത്തിരിപ്പ് സഫലമായതിന്റെ നിർവൃതിയിൽ ഭക്തലക്ഷങ്ങൾ മടങ്ങി. ആത്മസമർപ്പണം പൂർത്തിയാക്കി ഭക്തർ മടങ്ങുകയാണ്. അടുത്ത വർഷവും വരാനാകണേ എന്ന പ്രാർത്ഥനയോടെ. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തു നിന്നും ടീം അമൃത ന്യൂസ്. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ തലസ്ഥാനത്തെത്തി മടങ്ങുന്നത് വരെയും വിപുലമായ ക്രമീകരണങ്ങളാണ് നഗരസഭയും വിവിധ വകുപ്പുകളും ഒരുക്കിയത്. അന്നദാനം ഒരുക്കി സന്നദ്ധ സംഘടനകളും നഗരത്തിലുടനീളം ഭക്തജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുമെത്തുന്ന മുഴുവൻ ഭക്തരെയും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് പൊങ്കാല ദിനത്തിൽ തലസ്ഥാനത്ത് കാണാനാകുന്നത്. നഗരത്തിലുടനീളം 3800ഓളം പോലീസുകാരെ വിന്യസിച്ചു. 850ഓളം ക്യാമറകൾ, ഡ്രോൺ ക്യാമറ വേറെ, ഷാഡോ പോലീസും ശക്തമായ സുരക്ഷാ വലയം തീർത്തു. അഗ്നിശമന സേനയും സർവ്വസജ്ജമായി രംഗത്ത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആംബുലൻസ് ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരും അരികിൽ. ഇതിനു പുറമെ ക്ഷേത്ര ട്രസ്റ്റും സന്നദ്ധ സംഘടനകളും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഓടി നടക്കുന്നു. പ്രഭാത ഭക്ഷണവും ഉച്ചയൂണും ഉൾപ്പെടെ വിവിധ ഇടങ്ങളിലാണ് സന്നദ്ധ സംഘടനകൾ അന്നദാനം ഒരുക്കിയത്. പലയിടങ്ങളിലും നീണ്ട നിര തന്നെ കാണാമായിരുന്നു. പൊങ്കാല നിവേദിച്ചു മടങ്ങിപ്പോകുന്ന ഭക്തലക്ഷങ്ങൾക്കായി KSRTCയും ട്രെയിനും പ്രത്യേക സർവീസ് നടത്തി. കൃത്യമായ നിർദ്ദേശം നൽകി ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡ് പരിസരത്തും വനിതാ പോലീസിനെ അടക്കം വലിയ തോതിൽ വിന്യസിച്ചു. ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമുകൾ മാറിക്കയറാതിരിക്കാനും തിക്കും തിരക്കിലും പെട്ട് അപകടങ്ങൾ ഒഴിവാക്കാനും പോലീസ് പ്രത്യേക നിരീക്ഷണം ഒരുക്കി. ഓരോ വർഷം കഴിയുന്തോറും റെക്കോർഡുകൾ ഭേദിക്കുന്ന ആറ്റുകാൽ പൊങ്കാല പരാതികൾക്കോ ആക്ഷേപങ്ങൾക്കോ ഇടയില്ലാതെ ശുഭകരമായി പര്യവസാനിക്കാൻ വിവിധ വകുപ്പുകളും സന്നദ്ധ പ്രവർത്തകരും ഏക മനസ്സോടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതും മറ്റൊരു മാതൃകയാണ്. ക്യാമറാമാൻ അനിലിനൊപ്പം അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്. പതിവ് പോലെ താരങ്ങളും പ്രമുഖ വ്യക്തികളും ആറ്റുകാലിൽ പൊങ്കാല സമർപ്പണത്തിനെത്തി. തങ്ങൾക്ക് എന്ന പോലെ എല്ലാവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥനയോടെയായിരുന്നു പൊങ്കാല അർപ്പിച്ചത്. കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ശാസ്തമംഗലത്തെ വീട്ടിലാണ് പൊങ്കാല അർപ്പിച്ചത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പൊതുജനങ്ങൾക്കൊപ്പമാണ് താരങ്ങളും പ്രമുഖ വ്യക്തികളും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തിയത്. നടൻ ജയറാമിന്റെ ഭാര്യ പാർവതിയും മരുമകൾ തരിണിയും തൈക്കാട് ഭാഗത്ത് പൊങ്കാല സമർപ്പണം നടത്തി. എല്ലാ തവണയും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എത്താറുണ്ട്. തീർച്ചയായിട്ടും അതെ. ഈ ഒരു ഡേറ്റ് നമ്മൾ നേരത്തെ ഒരു വർഷത്തിൽ ആദ്യം തന്നെ നമ്മൾ നോക്കി വെക്കുമല്ലോ. അപ്പം അങ്ങനെ നോക്കി വെക്കുന്ന ഒരു ഡേറ്റാണിത്. പൊതുവേ ഇപ്പം എൻ്റെ മോളായാലും മരുമകളായാലും ആരായാലും കുട്ടികൾ എനിക്ക് കൂടെ വരുന്ന ഒരു സന്തോഷമാണ്. നമ്മുടെ കൾച്ചർ പഠിക്കുന്നതും അതിനോടൊരു താല്പര്യം കാണിക്കുന്നതും എപ്പോഴും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആദ്യമായി പൊങ്കാല സമർപ്പിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു തരിണി കാളിദാസൻ. ഭയങ്കര ഹാപ്പി ഫീലിംഗ് ആണ് ആക്ച്വലി. ബിക്കോസ് ഞാൻ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട്, ചക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റിയൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ സൂപ്പർ ആയിരിക്കും. ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ് ഏരിയയാണ്. ആറ്റുകാൽ ഗൗരി നന്ദനത്തിലാണ് നടി ചിപ്പിയും സുഹൃത്തുക്കളും പൊങ്കാല സമർപ്പിച്ചത്. നടി ജലജ, സീമാജി നായർ, വീണ നായർ, ഗായിക രാജലക്ഷ്മി തുടങ്ങിയവരും ചിപ്പിക്കൊപ്പം ഉണ്ടായിരുന്നു. ശാസ്തമംഗലത്തെ വീട്ടിലാണ് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും പൊങ്കാലയിട്ടത്. മുൻ മന്ത്രിയും MLAയുമായ KP മോഹനും കുടുംബവും പാളയം MLA ഹോസ്റ്റലിന് മുന്നിലാണ് പൊങ്കാല സമർപ്പിച്ചത്. 20ഓളം പേരടങ്ങുന്ന കുടുംബ അംഗങ്ങൾക്കൊപ്പമായിരുന്നു പൊങ്കാലയിടൽ. വരും വർഷവും പൊങ്കാലയിടാനെത്തണമെന്ന പ്രാർത്ഥനയോടെയാണ് ഓരോരുത്തരും തിരികെ മടങ്ങിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനം റെക്കോർഡ് വേഗത്തിൽ പൂർത്തീകരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ. 1300 ശുചീകരണ തൊഴിലാളികളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചായിരുന്നു ശുചീകരണം.
പൊങ്കാല സമർപ്പണത്തിന് ശേഷം ഭക്തർ മടങ്ങിയതോടെ തന്നെ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ശുചീകരണ പരിപാടികൾക്കും തുടക്കം കുറിച്ചു. ക്ഷേത്രത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ നഗര ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു ശുചീകരണ യജ്ഞം. 20 പേരുടെ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു ശുചീകരണം. ഓരോ ഗ്രൂപ്പിലും എത്ര പേര്? 20 പേര്. 20 പേരുടെ ഗ്രൂപ്പ് എത്രയാണെന്ന് അറിയോ? 10 ആണും 10 പെണ്ണും. ഈ ചുറ്റുവട്ടത്ത് ഈ പനവിള, ബേക്കറി ജംഗ്ഷൻ, ശിവാനന്ദ പ്രസ്ഥ അങ്ങനെയൊക്കെയാണ്. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു പൊങ്കാലയെങ്കിലും ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തരംതിരിച്ച് ശേഖരിച്ചാണ് സംസ്കരിക്കുന്നത്. പൊങ്കാല അടുപ്പുകൾ നിർമ്മിച്ച ചുടുകട്ടകൾ ലോറികളിൽ ശേഖരിച്ച് അതിദാരിദ്ര്യ ഭവന നിർമ്മാണ പദ്ധതിയിലെ ഉപഭോക്താക്കൾക്ക് നഗരസഭ നേരിട്ട് എത്തിച്ചു നൽകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആറ്റുകാലമ്മയ്ക്ക് ആത്മസമർപ്പണത്തിന്റെ പൊങ്കാലയർപ്പിച്ച് ആശാ സഹോദരിമാരും. നീണ്ട നാളത്തെ കാത്തിരിപ്പുകൾക്കും സമരപരിപാടികൾക്കും ഒടുവിൽ സർക്കാരിൽ നിന്ന് നല്ല തീരുമാനമുണ്ടാകാൻ പ്രാർത്ഥിച്ച് ആശമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ പൊങ്കാല സമർപ്പിച്ചു. ആശാപ്രവർത്തകരുടെ സമരം 32ാം ദിനം പിന്നിടുന്നു. ഇത്തവണ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാൻ സമരവേദി തന്നെയാണ് അവർ തിരഞ്ഞെടുത്തത്. എല്ലാ തവണയും വീട്ടുകാരോടൊപ്പം ചേർന്നാണ് ഇവർ പൊങ്കാല സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ പൊങ്കാലയിട്ടത് സെക്രട്ടേറിയറ്റ് പടിക്കൽ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റാച്യൂവിൽ വന്നിട്ട്, അതായത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്ന് പൊങ്കാല ഇടുന്നത്. അതിന് നമ്മുടെ സർക്കാർ വഴിയൊരുക്കി. പൊങ്കാല കിറ്റ് എത്തിച്ചു നൽകിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സമരവേദിയിലെത്തി. എല്ലാം ഇങ്ങോട്ട് കൊടുക്കണം, അവർ കൊടുക്കും. പക്ഷെ ഇങ്ങോട്ട് കൊടുത്താലേ കൊടുക്കൂ. കൊടുക്കാനുള്ളത് കൊടുത്തു. ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരാം, കണക്ക് കൊടുക്കില്ല. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും സമരവേദിയിലെത്തി. ഈ പൊങ്കാല ദിവസം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, അവരുടെ ബിഹാഫിൽ റിക്വസ്റ്റ് ചെയ്യാണ്, CM അവരെ വിളിക്കണം, പിണറായി വിജയൻ അവരെ വിളിച്ച് അവരിരുത്തി ചർച്ച ചെയ്യണം. മുൻ മന്ത്രി VS ശിവകുമാറും KK രമ MLAയും സമരവേദിയിലെത്തി ആശാപ്രവർത്തകരെ സന്ദർശിച്ചു. ഇത് പ്രതിഷേധ പൊങ്കാലയല്ല, സങ്കട പൊങ്കാലയാണെന്ന് ആശാപ്രവർത്തകർ ആവർത്തിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന്റെയും ബുഷ് വിൽമോറിന്റെയും ഭൂമിയിലേക്കുള്ള മടക്കയാത്ര വൈകും. നാസയും സ്പേസ് എക്സും നടത്താനിരുന്ന ക്രൂ 10 വിക്ഷേപണം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നീട്ടിവച്ചു. മറ്റന്നാൾ പുലർച്ചെയാകും വിക്ഷേപണം. ക്രൂ 10 ബഹിരാകാശ യാത്രക്കാർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ശേഷമാകും സുനിത വില്യംസിന്റെയും ബുഷ് വിൽമോറിന്റെയും മടക്കം. ഇന്ന് രാവിലെ സാങ്കേതിക പ്രശ്നം കാരണം മാറ്റിവെച്ച ക്രൂ 10 വിക്ഷേപണം മറ്റന്നാൾ പുലർച്ചെ 4:33 നടക്കും. ഇന്ന് നാസയുടെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഫാൽക്കൺ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് 4 മണിക്കൂർ മുൻപാണ് എഞ്ചിനീയർമാർ ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ തകരാർ കണ്ടെത്തുന്നത്. സാങ്കേതിക തകരാറുകളെല്ലാം പരിഹരിച്ച ശേഷം വിക്ഷേപണം നാളത്തേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ വിക്ഷേപണം ശനിയാഴ്ചയിലേക്ക് മാറ്റി. 2024 ജൂൺ മാസം മുതൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ട്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ കഴിഞ്ഞ ജൂൺ 5-നായിരുന്നു ഇരുവരും ISSലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ സ്റ്റാർലൈനറിന്റെ പ്രൊപ്പൽഷൻ സംവിധാനത്തിലെ തകരാറും ഹീലിയം ചോർച്ചയും കാരണം 8 ദിവസ ദൗത്യത്തിനു ശേഷം ഇരുവർക്കും നിശ്ചിത സമയത്ത് ഭൂമിയിലേക്ക് തിരികെ വരാനായില്ല. പലതവണ ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചുവെങ്കിലും സ്റ്റാർലൈനറിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ട് മടക്കയാത്ര നീട്ടിവെക്കുകയായിരുന്നു. കാലാവസ്ഥ അനുകൂലമായാൽ ക്രൂ 9ന്റെ തിരിച്ചുവരവ് മാർച്ച് 19 ഉണ്ടാകുമെന്നാണ് നാസ അറിയിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് K. രാധാകൃഷ്ണൻ MP-ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. EDയുടെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കരുവന്നൂർ ബാങ്കുമായുള്ള CPM ബന്ധം, CPM പാർട്ടി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് ചോദ്യം ചെയ്യൽ. K. രാധാകൃഷ്ണൻ മുൻപ് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആ കാലഘട്ടത്തിലെ കണക്കുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് ED അന്വേഷിക്കുന്നത്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട നിലവിലെ ജില്ലാ സെക്രട്ടറിയെയും ED മുൻപ് ചോദ്യം ചെയ്തിരുന്നു. അന്തിമ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായാണ് K. രാധാകൃഷ്ണന്റെയും മൊഴിയെടുക്കുന്നത്. എന്നാൽ അദ്ദേഹം EDക്ക് മുന്നിൽ ഹാജരാകുന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല.
ഉണ്ടായിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന MM വർഗീസ് അടക്കമുള്ള നേതാക്കളെ ഇതിനോടകം തന്നെ ED ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ED സമൻസ് ലഭിച്ചതായി MP-യുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. കേന്ദ്രത്തിനെതിരെ വീണ്ടും പോർമുഖം തുറന്ന മുഖ്യമന്ത്രി സ്റ്റാലിൻ ബജറ്റിൽ രൂപയുടെ ചിഹ്നം ഉപയോഗിക്കില്ല, പകരം രൂ എന്ന് ഉപയോഗിക്കും. ത്രിഭാഷ പദ്ധതിയിലടക്കം കേന്ദ്ര സർക്കാരുമായി പോര് തുടരുന്നതിനിടെയാണ് സ്റ്റാലിൻ സർക്കാരിന്റെ പുതിയ തീരുമാനം. തമിഴ്നാട് ബജറ്റിൽ രൂപയുടെ ചിഹ്നം ഉപയോഗിക്കില്ലെന്ന് MK സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴ് അക്ഷരമാലയിലെ രു എന്ന് ഉപയോഗിക്കുമെന്നും ബജറ്റ് ലോഗോ പുറത്തുവിട്ടുകൊണ്ട് സ്റ്റാലിൻ പറഞ്ഞു. എല്ലാവർക്കും എല്ലാം എന്നതാണ് ഇത്തവണത്തെ ബജറ്റിന്റെ ടാഗ് ലൈൻ. സ്റ്റാലിൻ എക്സിൽ പങ്കുവച്ച സംസ്ഥാന ബജറ്റിന്റെ ടീസറിൽ പുതിയ ചിഹ്നം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് സംസ്ഥാന ബജറ്റ് അവതരണം. ദ്രാവിഡ മാതൃക എന്ന് പ്രത്യേകം ഹാഷ്ടാഗ് നൽകിയാണ് ബജറ്റിന്റെ ലോഗോ പുറത്തുവിട്ടത്. അതേസമയം ഇന്ത്യ അംഗീകരിച്ച ചിഹ്നമാണ് സ്റ്റാലിൻ സർക്കാർ ഒഴിവാക്കിയതെന്നും സ്റ്റാലിൻ തമിഴ്നാട്ടിലെ ജനങ്ങളെ അപമാനിക്കുകയാണെന്നും BJP IT സെൽ മേധാവി അമിത് മാളവ്യ പറഞ്ഞു. ഒരു തമിഴൻ രൂപകൽപ്പന ചെയ്ത ദേശീയ ചിഹ്നത്തെ DMK അപമാനിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത TV. ആത്മോപദേശം തന്ന രമാദേവി അമ്മയെ 1000 നാമങ്ങളിൽ സ്തുതിക്കുകയാണ് പ്രിയ ശിഷ്യ ശാന്താസി നായർ. ശ്രീ രമാംബിക സഹസ്രനാമാവലി എന്ന കൃതി ലളിതമായ ചടങ്ങിൽ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ശ്രീ രമാദേവി പകർന്ന അറിവിന്റെ വഴിയിലാണ് 6 തലമുറകളായി ശാന്താസി നായരുടെ കുടുംബം. 10ാം വയസ്സിൽ രമാദേവി അമ്മയിൽ നിന്ന് നാമോപദേശം ലഭിച്ച സൗഭാഗ്യമാണ് ഏറ്റവും പുതിയ രചനയായ സഹസ്രനാമാവലിയുടെ സമർപ്പണത്തിൽ എത്തി നിൽക്കുന്നത്. വഴുതക്കാട്ടെ വസതിയായ ദർശനയിലായിരുന്നു പുസ്തക പ്രകാശനം. പാലക്കാട് ചിന്മയ മിഷനിലെ ആചാര്യൻ സ്വാമി അശേഷാനന്ദ പ്രകാശനം നിർവഹിച്ചു. ശ്രീ രമാദേവി അമ്മയിൽ നിന്ന് 10ാമത്തെ വയസ്സിൽ മന്ത്രോപദേശവും 22ാമത്തെ വയസ്സിൽ ബ്രഹ്മോപദേശവും വാങ്ങി ഇന്ന് ഉത്തമമായ ഭക്തയായി, ഒരു ബ്രഹ്മനിഷ്ഠയായി, ബ്രഹ്മജ്ഞാനിയായി ഞാൻ പറയാം. ഇന്ന് ജീവിച്ചിരിക്കുന്ന കുറൂരമ്മ എന്നാണ് ഈ ശാന്താസി നായർ എന്ന് പറയുന്ന അമ്മയെ ഞാൻ പറയാം. ശ്രീരമാദേവിയുടെ ജീവിത സന്ദേശം ഉൾക്കൊണ്ട ശാന്താസി നായർ ഒരു നിയോഗമായാണ് സഹസ്രനാമാവലി പൂർത്തിയാക്കിയത്. 4 ദിവസം രാപ്പകലിരുന്ന് എഴുതിയതാണ്. എനിക്ക് തെറ്റും ചെയ്യുമെന്നും അറിയാൻ വയ്യ. രമാഗായത്രിയും ധ്യാന ശ്ലോകവും ക്ഷമാപ്രാർത്ഥനയും ഉൾപ്പെട്ട സഹസ്രനാമാവലിയിൽ മംഗളശ്ലോകവുമുണ്ട്. ആറ്റുകാൽ പൊങ്കാല ദിവസം സഹൃദയരും അഭ്യുദയകാംക്ഷികളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിലാണ് ശാന്താസി നായരുടെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്തത്. നാദാംബികേ ദേവി സഹസ്രനാമം, ഗീതാംബികേ ദേവി സഹസ്രനാമം, രമാംബികേ ദേവി സഹസ്രനാമം, സഹസ്രനാമം സഹസ്രനാമം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഏകദിനത്തിൽ തുടരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. 2027 ലോകകപ്പ് വരെ തുടരാനാണ് സാധ്യത. അതേസമയം IPL-ലെ പ്രകടനം വിലയിരുത്തിയാകും രോഹിത്തിന്റെ കാര്യത്തിൽ സെലക്ടർമാർ തീരുമാനമെടുക്കുക. രോഹിത് ശർമ്മയുടെ ഭാവി കരിയറുമായി ബന്ധപ്പെട്ട സുപ്രധാന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രോഹിത് ശർമ്മ 2027 ലോകകപ്പ് വരെ ഏകദിന ക്രിക്കറ്റിൽ തുടരുമെന്ന വാർത്ത ആരാധകർക്ക് സമ്മാനിക്കുന്ന ആവേശം ചെറുതല്ല. പ്രായം 38ലേക്ക് അടുത്തെങ്കിലും ഇപ്പോഴും ടീമിനായി മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ മികവുള്ള കളിക്കാരനാണ് രോഹിത് ശർമ്മ. ദക്ഷിണാഫ്രിക്കയിലും സിംബാബ്വേയിലും നമീബിയയിലുമായി നടക്കുന്ന 2027 ലോകകപ്പിന് ശേഷമാകും രോഹിത് ഏകദിനത്തിൽ നിന്നും വിരമിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ലോകകപ്പ് ആകുമ്പോൾ രോഹിത്തിന് 40 വയസ്സ് പൂർത്തിയാകും. അതേസമയം ലോകകപ്പ് മുൻനിർത്തി മികച്ച ഫിറ്റ്നസിലും ഫോമിലും തുടരാൻ രോഹിത് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് താരവുമായി അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇന്ത്യൻ ടീമിൻ്റെ സഹപരിശീലകനായ അഭിഷേക് നായരുമായി സഹകരിച്ച് ഫിറ്റ്നസ്, ബാറ്റിംഗ് എന്നിവയിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് റിപ്പോർട്ട്. അഭിഷേക് നായരാണ് രോഹിത്തിൻ്റെ പുതിയ തീരുമാനത്തിന് പിന്നിലെന്നും സൂചനയുണ്ട്. ലോകകപ്പിന് മുമ്പ് 27ഓളം മത്സരങ്ങളാണ് ഇന്ത്യക്ക് കളിക്കാനായി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ടൂർണമെൻ്റ് അടുക്കുമ്പോൾ കൂടുതൽ മത്സരങ്ങൾക്കും സാധ്യതയുമുണ്ട്. അതുകൊണ്ട് രോഹിത് ശർമ്മയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ലോകകപ്പിലേക്കുള്ള വഴി തുറക്കാമെന്നാണ് റിപ്പോർട്ട്. തുടർച്ചയായ 2 ICC ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. 2024 T20 ലോകകപ്പിലും 2025 ചാമ്പ്യൻസ് ട്രോഫിയിലുമാണ് രോഹിത്തിന് കീഴിൽ ഇന്ത്യ കിരീടം ചൂടിയത്. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് ശേഷം രോഹിത് ശർമ്മ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ കിരീട നേട്ടത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ വിരമിക്കൽ അഭ്യൂഹങ്ങൾ രോഹിത് തന്നെ തള്ളിയിരുന്നു. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.
ന്യൂസ്.